ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ചമ്പാരൻ. വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 1ഉം 3ഉം തെറ്റാണ്, 2ഉം 4ഉം ശരിയാണ്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3, 4 ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടു. 1729 തൃപ്പടിദാനം നടത്തി. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? സർദാർ കെ.എം. പണിക്കർ. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സുന്ദർബൻസ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ മേഘാവൃതമായ രാത്രിയേക്കാൾ കൂടുതൽ തണുപ്പുണ്ടാവാൻ കാരണം ഭൗമതാപ വികിരണം. കേരളത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 4ഉം ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനവും കേരളമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്? നൈട്രജൻ. ചേരുംപടി ചേർക്കുക. കൽപ്പാക്കം ആണവ നിലയം, ജാറിയ കൽക്കരി ഖനനം, മധുര എണ്ണ ശുദ്ധീകരണശാല, നേപ്പാനഗർ ന്യൂസ് പ്രിന്റ്. പ്രസ്താവനകളിൽ ശരിയായത് 1ഉം 3ഉം. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നു. കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നു. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം മുംബൈ. പുറം വാങ്ങൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗോളവത്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ്. ശരിയായ പ്രസ്താവന 1, 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ചെറുധാന്യങ്ങളുടെ മില്ലറ്റ് വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 2023. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി 42. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സെൻസസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിയൻ ലിസ്റ്റ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 22. ഭരണഘടനാ ആശയങ്ങളും കടം കൊണ്ട രാജ്യവും. ഏക പൗരത്വം ബ്രിട്ടൻ. മൗലിക അവകാശങ്ങൾ USSR. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ റംസാർ കൺവെൻഷൻ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി അനുയാത്ര. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. താഴെ പറയുന്നവയിൽ ദഹനഗ്രന്ഥി അല്ലാത്തത്? പാരാതൈറോയിഡ് ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയും ദഹനഗ്രന്ഥിയല്ല. ആഗ്നേയഗ്രന്ഥിയും ഉമിനീർ ഗ്രന്ഥിയും ദഹനഗ്രന്ഥികളാണ്. ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? തലച്ചോർ. ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന നടത്തുന്നത്? ടൈഫോയിഡ്. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്ത്? രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു പോളിബ്ലെൻഡ്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിഷ്നോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? വനസംരക്ഷണം. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഭൂമധ്യരേഖയിലെ G കൂടുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിനെ അതിന്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായിട്ട് പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കൽ ദൂരം ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം പ്രതലബലം.
ഏതു മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. ചുവടെ നൽകിയിരിക്കുന്ന അയിരുകളിൽ അലൂമിനിയം അടങ്ങിയിട്ടില്ലാത്തത് സിഡറൈറ്റ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ദൃശ്യ മേഖലകളിൽ കാണാനാകുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ രേഖകളുടെ ശ്രേണി ബാമർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ഉള്ളത് ക്ലോറിന്. ഭൈരവിക്കോലം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റ. 74-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി അബ്ദുൾ ഗത്താഫ് ഖലീൽ അൽ-സിസി. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി മുഹിയുദ്ദീൻ മാല. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി. ശതകം ചൊല്ലിക്കുക. താഴെ തന്നിരിക്കുന്ന പര്യായങ്ങളെ ശരിയായ രീതിയിൽ ചേർത്ത് എഴുതുക. മയിൽ, കേകി, ബർഹി. ആമ്പൽ, കുമുദം, കൈരവം. പൂവ്, കുസുമം, സൂനം. കുയിൽ, കോകിലം, പീകം. തല പ്ലസ് കെട്ട് ചേർത്ത് എഴുതിയാൽ തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ആർജവം, കൗടില്യം. ആത്മീയം, ഭൗതികം. ആദാനം, പ്രധാനം. ആന്തരം, ബാഹ്യം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. മകളുടെ മകൻ ദൗഹിത്രൻ. ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ. സഹോദരീ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സിയാലൻ. സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്നത് അസ്പർശ്യൻ. ആചാര്യൻ എന്ന പദം ഏതു തരം ബഹുവചനമാണ്? പൂജക ബഹുവചനം. ശരിയായ മലയാള തർജ്ജമ ഏത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് രക്തചന്ദനം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AG. അധിനിവേശ സസ്യം ജന്തുവിഭാഗത്തിൽ പെടാത്തതേത്? കാട്ടുപന്നി. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററാണ്. വംശനാശം സംഭവിച്ചതായിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനങ്ങളിൽ കണ്ടെത്തിയതുമായിട്ടുള്ള ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട. സൈറ്റ്സ് അപ്പൻഡിക് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്കു വളർത്താൻ അനുവാദമുണ്ട്. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് തവിടൻ വെരുക്. പാതാളത്തവള, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവ പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനങ്ങളാണ്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ് സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശമാണ് ശെന്തുരുളി. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് നോട്ട് ത്രട്ടൺഡ്. വന്യജീവി സംരക്ഷണ നിയമം 1972 വിവിധ സ്കെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ എല്ലാ പാമ്പുകളും. NTCA എന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് കുമരകം പക്ഷി സങ്കേതം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? വകുപ്പ് 66D.
വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന തടവു ശിക്ഷ 5 വർഷം.